എന്നെ പോലുള്ള ക്ലീനർമാർക്ക് വയസ്സാവൂല. അതൊരു ഹരമുള്ള പണിയാണ്. തട്ടാ കെറ്റാ. ഉച്ചക്കത്തെ ട്രിപ്പ് എണ്ണ കാശ് പോലും ഒക്കൂല. എങ്ങനെ വെക്കാനാ? അന്നേരത്ത് നമ്മുടെ കൂടെ തന്നെ KSRTC ഒരു ലോക്കൽ സർവീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അവർക്ക് തെറ്റില്ലാത്ത കളക്ഷനും ഉണ്ട്. ഡ്രൈവറേയും കണ്ടക്ടറും ഒന്ന് കാണണ്ട പോലെ കണ്ടാ ചിലപ്പോ അതൊന്നും ഞമ്മക്ക് വേണ്ടോ. KSRTCയിലും എല്ലാരും ഒന്നും അത്രക്കാരല്ല. അർഹതയില്ലാത്ത അന്നം അത്തായി മുടക്കുന്ന ഞമ്മക്ക് ആക്കായി വേണ്ട. എന്നാ ഞാൻ പോട്ടെ കുഞ്ഞാക്ക. നീ പോ. അപ്പൊ കുഞ്ഞാക്ക, എന്റെ സ്ഥിതി എങ്ങനെ? സ്വാതന്ത്ര്യം കിട്ടാൻ അർദ്ധരാത്രി ആവോ? കഴിഞ്ഞിക്കണോ? ഒരു പെഗ്കൂടി ബാക്കിയുണ്ട്. അല്ല, ബാക്ക് കൂടി ഒന്ന് കഴുകി നമുക്കളി. അവിടെ 3 സ്റ്റുഡൻസ് വെയിറ്റിംഗ് അല്ലേ? വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? അതൊക്കെ ഫാസ്റ്റ് ഫുഡ് അല്ലേ. ഞങ്ങൾ ആരാ, റിച്ച് ഫാമിലി അല്ലേ. 180 ഒരു 20 രൂപയും കൂടി കിട്ടിയിരുന്നെങ്കിൽ 200 ആകും. ആയിക്കോട്ടെ, ഇപ്പല്ലേ 180 ആയിട്ട് പോകാം. ചെത്തല് കുറച്ച് കൂടുണ്ടാണക്ക്. ഇത് മേങ്ങി തന്ന് മുടിയാന്തരായോ? ബിസ് ഇന്നോ നാളെന്ന് പറഞ്ഞ് നിൽക്കണം. ഇടങ്ങാറുണ്ടാക്കല്ലേ. അയ്യോ, ഞാനൊരു ചെത്തുകാരനല്ലേ. ഇത് എങ്ങട്ടപ്പോ? കടയിലേക്ക് സാധനങ്ങൾ എടുക്കണ്ടേ? 10 മണിക്കൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് ഉണ്ട്. അല്ല, അപ്പൊ ഇന്ന് കോയമ്പത്തൂർ? അതെ, അവിടുത്തെ പണി കഴിഞ്ഞ ബാങ്ക് എടുത്ത് കയറിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 ദിവസം വൈകാനൊന്നും നിൽക്കണ്ട. ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഞാനെന്താ ചെറിയ കുട്ടിയല്ലേ? എന്നും നീ ചെറിയ കുട്ടിയല്ലേടാ. കയറിക്കോ, ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വിടാം. അല്ല മൂപ്പരെ, കോയമ്പത്തൂർന്ന് ഒരു ദിവസം വയ്യാലുണ്ട് ഇങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ ദുബായിക്ക് പോയാലോ? അതിപ്പോ പറഞ്ഞേക്കാണ്ട് വയ്യല്ലോ. അണക്കവിടെ സുഖാന്ന് കേൾക്കുക, ഈ അവിടെ ഒരു വലിയ നിലയിലെത്തുക. അതൊക്കെ ഓർക്കുമ്പോ എല്ലാം അങ്ങോട്ട് സഹിക്കന്നെ. സഹിക്കോ? സഹിക്കണല്ലോ. 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. 1974 രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. ശബ്ദം കുറച്ച് വായിച്ചാലേ മാർക്ക് കുറയും മോളെ. നിനക്ക് എന്റെ അത്ര SSLC എഴുതി പരിചയമില്ലാത്തോണ്ടാ. കൊല്ലം കുറെ ആയി മോളെ ഇത് തുടങ്ങിയിട്ട്. നീ കൂടെ കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. 1974 പൊഖ്രാനിൽ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു മനുഷ്യ? പഠിച്ച് വിശന്ന് കുടല് എരിഞ്ഞു ബാക്കിയുള്ളവർക്ക്. പഠിപ്പ് എല്ലാ ബസ് ജീവനക്കാർക്കുണ്ട്. ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ. ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന ഭർത്താവിനെ ചിരിച്ച് സ്വീകരിച്ച് വല്ല കുഴമ്പോ തൈലൊക്കെ മേത്ത് തേച്ച് പിടിപ്പിച്ച് കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കി തന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് വിളമ്പി തന്ന്. എവിടെ എന്റെ ലൈഫ് SSLC സുനാമി കലങ്ങി പോയില്ലേ മോളെ. രേഷ്മ SSLC ഇങ്ങോട്ട് വാ. ഇതാ നിന്റെ ഫുഡ്. പുട്ടും ചിക്കൻ കറി. നന്നായിട്ട് പഠിക്കണം കേട്ടോ. മോനെ വിജിത്ത് +2. ഇതാ പൊറോട്ടയും മട്ടൻ കുറുമേ. കുണ്ടൻ പോണുങ്ങ. തൃപ്തി ആയില്ലെന്ന് തോന്നുന്നു. മോളെ കമ്പിളി അമ്പിളി SSLC. ദേ നിന്റെ ദോശയും പോത്തോ അലത്തിയതും. നിങ്ങൾ എന്താണ് വേൾഡ് മാപ്പിലേക്ക് നോക്കുന്ന പോലെ നോക്കുന്നത്? ഈ മാപ്പിൽ എന്റെ ഏതന്തോട്ടം തിരയ ഞാൻ. എവിടെ എന്റെ കനി? പരീക്ഷ കഴിയുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയാണ്. എന്റെ ഭാവി കളയരുത്. എന്റെ ഭാവിക്ക് ഡബിൾ ബെല്ല് കൊടുത്ത് വിട്ടിട്ട് കൊല്ലം കുറയായി. നീ മുടിഞ്ഞ 10ാം ക്ലാസ് എഴുതാൻ തുടങ്ങി അന്ന് മുതൽ തുണയില്ലാത്തൊരു വേഴാമ്പലാണ് ഞാൻ. എന്റെ ദാഹം നീ അറിയുന്നില്ല. പിന്നെ മൂക്കറ്റം വലിച്ചു കയറ്റിയിട്ട് സമയവും സന്ദർഭവും നോക്കാതെ ഏതെന്തോട്ടത്തിൽ കനി തിന്നാൻ വന്നാലുണ്ടല്ലോ, ഇതുകൊണ്ട് വേഴാമ്പന്റെ കണ്ണിയാൻ കുത്തി പൊട്ടിക്കും. ഇതിലും ഭേദം അതാടി. ഒരു കണ്ണുപൊട്ടനായിട്ട് ജീവിക്കാലോ. കുത്തടി പൊട്ടിക്ക് കുത്തി കുത്തി പൊട്ടി. എന്തൊരു ബോറാണ് ഫുഡിന്റെ റെപ്യൂട്ടേഷൻ. ഡെയിലി പൊറോട്ടയും ബീഫ് എത്തിയതും വല്ല തന്തൂരിയോ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? എല്ലാ സ്റ്റുഡൻസിനും ഒരു ദിവസം ഞാൻ തന്തൂരി കളിക്ക് തരുന്നുണ്ട്. ഇങ്ങൊന്നേ, ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. ചാവിട്ടി കൂട്ടി ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെയുണ്ട് ഒരു പഠിത്തം. ഇക്കൊല്ലെങ്കിലും അവൾ എങ്ങനെയെങ്കിലും ഒന്ന് 10 തികഞ്ഞ് കണ്ടാ മതിയായിരുന്നു. ഈശ്വര, എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണേ. അങ്ങനെ ആ 1100 ഉറുപ്പിയുണ്ട് ആ 9 ഏക്കർ ഭൂമി കുറേശ്ശെ ഞാൻ വാങ്ങി, ഞാൻ വിറ്റു. ആ വകയില് ഒരു 5-6 ലക്ഷം ഉറുപ്പിയ എനിക്ക് കിട്ടി. ഞാൻ ആരാ മോൻ? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുത്തിരിക്കേ അന്നെ ഒരു നോക്ക് കണ്ടാ മതി എന്നും പറഞ്ഞ ലഹളയാ മൂപ്പര്. അതുകൊണ്ടാ ഇവന് ഫോൺ ചെയ്ത് അന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. കാലം കുറെ ആയില്ലോ. ഓരോരോ ബന്ധപ്പാടിൽ ഓടിപ്പാഞ്ഞ് നടുക്കല്ലേ മോനെ. എന്നാലും നേരാകുമ്പോ പഠിച്ചോ നമ്മളൊക്കെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കും അല്ലേ ഭായി? എന്ത് പറ്റിയിടോ എന്റെ നെറ്റിക്ക്? തൊള്ളേലെ നാവ് ശരിയല്ലെങ്കിൽ നെറ്റിക്കല്ല തടിയുമ്മല് മുഴുവൻ ഉണ്ടാവും മുറിവ്.
കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോ ബസ് തട്ടിന്ന് പറഞ്ഞു. ബസ് തട്ടാൻ ഇവൻ എന്താ ടാങ്കർ ലോറി? 1001 ടാങ്കർ ലോറി. കടയിൽ ആരുമില്ല, ഞങ്ങളുടെ ചെല്ല്. ആ ഇറങ്ങി 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 ആ പിന്നോട്ടേക്ക് 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 പിന്നോട്ടേക്ക്. കേറ് 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 അല്ല കേറങ്ങട്. വാസുട്ടെ കേറിയാ? ആ പോട്ടെ കേറി ചേച്ചി. അപ്പൊ പറയ്. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. ശിവപുരം. ആ ശിവപുരത്തേക്ക് ഇത്തിരി മൂർച്ചയുള്ള ഒരാക്കിരിക്കാൻ ഒരു സീറ്റ് ഒഴിഞ്ഞടിക്കാരെങ്കിലും. വേണ്ട, ഞാൻ നിന്നോളാം. ഓ എളിമ എളിമ എളിമ. ഇളയമല്ല, നൂർജഹാൻ. എന്തിനാ 100 101 ആക്കി? 102 ആക്കാം. പട്ടാമ്പി പെരിന്തൽമണ്ണ വഴി ശിവപുരം, ഷാർണൂർ പൊലച്ചൊന്ന് കഴിച്ചില്ലേ, തൊള്ളോർന്ന് വിളിക്കടോ. ഷാർണൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ വഴി ശിവപുരം, ഷാർണൂർ പട്ടാമ്പി. അല്ല ടീച്ചർ എന്താ ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ? വഴിന്ന് കേറുമ്പോ ബസ്സിലെ തിക്കലും തിരക്കിലും ഒന്ന് അഭിനന്ദിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഒരു സമരം ഒഴിവാക്കിയല്ലോ, നന്നായി. നല്ലത് പറഞ്ഞാ താങ്ക്സ് എന്നൊക്കെ പറയുന്ന ഒരു നാട്ടുമര്യാദയുണ്ട്, പ്രത്യേകിച്ച് ഒരു ടീച്ചറോട്. നല്ല കാര്യങ്ങൾ കണ്ടാ തിരിച്ചറിയാനുള്ള മനസ്സ് വേണല്ലോ. ആദ്യം കണ്ടരേ തോന്നിയില്ല. താങ്ക്സ്. തിരുവാനൂർ, ഷൊർണൂർ, പട്ടാമ്പി, ശിവപുരം, ശിവപുരം, ശിവപുരം. ഞാൻ ഇന്നലെ കുട്ടികൾക്ക് കാട് വിറപ്പിച്ച ഒരു ഒറ്റയാന്റെ കഥ പറഞ്ഞു കൊടുത്തു. കുട്ടികൾ ആ ഒറ്റയാനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ കൊണ്ട് കാട്ടിക്കൊടുക്ക്. ഓ ഒറ്റയാനാണല്ലോ, അതിപ്പോ എങ്ങനെ കാട്ടാനാ? ശിവപുരം, ശിവപുരം, ശിവപുരം. അതിന് ദൂരെയൊന്നും പോണ്ടല്ലോ, ഈ ബസ്സിൽ തന്നെ കയറിയാ പോരെ. ഇന്നലെയാണെങ്കിൽ ചിഹ്നം വിളിയും കാടിളക്കുന്നതും ഭൂമി കുലുക്കുന്നതും ഒക്കെ കാണായിരുന്നു. ശരി. അപ്പൊ ഞമ്മക്കിട്ട തോട്ടിയാണല്ലേ? ഒരുപാട് ഇഷ്ടാണല്ലേ? ആരെ? സംഗീതം. പേരിട്ടിഷ്ടാ. ഒറ്റയ്ക്കിരുന്ന് കേക്കാനാ. ഇഷ്ടാവോന്ന് അറിഞ്ഞൂടാ. ഇഷ്ടായില്ലെങ്കിൽ തിരിച്ചു തന്നാ മതി. ഇഷ്ടാവണല്ലോ, ഇഷ്ടപ്പെട്ട് തരണല്ലേ. കുഞ്ഞാക്ക, കുഞ്ഞാക്ക. ഒരു ലേറ്റ് മാരേജ് ട്രൂപ്പിനെ കിട്ടി. ചെക്കനും പെണ്ണും വിത്ത് ബീപ്പിക്കാരും ഫ്രണ്ടിൽ കയറിക്കോ. ഫ്രണ്ടിൽ കയറി ഫ്രണ്ടിൽ കയറി 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 കയറി. എടാ കോട്ട ചുരുക്കി പറയപ്പെടെ കാലം കൂടെ അങ്ങോട്ട് വരുന്നത്. കയറി 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 കുറച്ചുപേര് പറയിപ്പോ പറയിപ്പോ. ആ കയറി 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 ശ്രദ്ധിക്ക് മുമ്പ് അവിടെ എത്തണ്ടേ? ഇതെന്താടോ മൊട്ടെ, കല്യാണ മണ്ഡപോ? കുഞ്ഞാക്ക പ്രാണസഖി ഇട്ട് കൊടുക്കട്ടെ. ഫ്രഷ് ജോഡികളല്ലേ, ഹാപ്പി ബർത്ത്ഡേ ഇടട്ടെ? ഓ ആയിക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട, പുതുതായിട്ട് ജീവിതത്തിലേക്ക് കടക്കണല്ലേ. നല്ല ഫ്രഷ് പ്രണയഗാനങ്ങൾ ആയിക്കോട്ടെ. നമ്മൾ ഏതാണ്ട് കൊടുത്തേ. ആരാണേട്ടോ തിരിഞ്ഞ് ഊരിയെടുക്കാൻ നോക്കുക. അല്ല ടൈറ്റാക്ക. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. പ്രണയം ഒരു തിരിച്ചറിവാണ്, അതാരും പറഞ്ഞറിയിക്കേണ്ടതല്ല. എന്റെ യാത്ര ഇപ്പോ പ്രണയത്തിന്റെ ബസ്സിലാണ്. എത്രയോ യാത്രക്കാർ കയറിയിറങ്ങുന്ന ബസ്സിൽ ഒരു വെറും യാത്രക്കാരി, അങ്ങനെയല്ലേ എന്നെ ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഞാൻ ആ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ ഓരോ ടിക്കറ്റും പ്രണയത്തിന്റെ പൂക്കളായി എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കയ്യും തലയും പുറത്തിടരുതെന്ന് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബസ് കണ്ടക്ടറെ പ്രണയിക്കരുതെന്ന് ബസ്സിന്റെ നിയമത്തിൽ എവിടെയും പറയുന്നില്ലല്ലോ. ഇക്കാലം വരെ എല്ലാവരുടെയും കുഞ്ഞാക്ക, ഇനി മുതൽ എന്റെ മാത്രം കുഞ്ഞാക്ക. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചോട്ടെ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാക്കയോടൊത്ത് എത്ര ഓടിയാലും തീരാത്ത റോഡിലൂടെ കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പെരിപ്പിക്കണോ മൊട്ടെ?